പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യണമെന്നും ഓപ്പറേഷൻ സിന്ദൂർ തുടരണമെന്നുമാണ് AIMIM പ്രസിഡന്റ് അസദുദ്ദീൻ ഉവൈസി അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണം മോദി സർക്കാരിൻ്റെ സുരക്ഷാ വീഴ്ചയുടെ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ച് ബുധനാഴ്ച തെലങ്കാനയിലെ ബോധൻ പട്ടണത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിലാണ് ഒവൈസിയുടെ വിമർശനം. വഖഫ് നിയമം കരിനിയമമാണെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാമിന് പ്രതികാരം ചെയ്യണം, ഓപ്പറേഷൻ സിന്ദൂർ തുടരണം, 26 ഇന്ത്യക്കാരെ കൊന്ന 4 തീവ്രവാദികളെ പിടികൂടി കൊല്ലുന്നതുവരെ ഞങ്ങൾ നിങ്ങളെ ചോദ്യം ചെയ്യും. മോദി സർക്കാരിൻ്റെ സുരക്ഷാ വീഴ്ചയുടെ വിജയകരമായ ഉദാഹരണമാണ് പഹൽഗാം എന്നും ഉവൈസി വ്യക്തമാക്കി. പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സുരക്ഷാ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുന്നുവെന്ന ജമ്മു കാശ്മീർ ഗവർണർ മനോജ് സിൻഹയുടെ പ്രസ്താവനയെയും ഒവൈസി വിമർശിച്ചു. സംഭവം നടന്ന 3 മാസത്തിനു ശേഷമാണ് സിൻഹ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. ഇതിന് ഉത്തരവാദി അദ്ദേഹമാണെങ്കിൽ അദ്ദേഹം സ്ഥാനം രാജിവെക്കണമെന്നും ഒവൈസി പറഞ്ഞു. രാജ്യത്ത് നടക്കുന്ന വീടുകൾ തകർക്കൽ, ബുൾഡോസറുകൾ ഉപയോഗിച്ച് ആക്രമണം, പള്ളികൾ തട്ടിയെടുക്കൽ തുടങ്ങിയവ രാജ്യത്തിന് നല്ലതല്ലെന്നും ഒവൈസി പറഞ്ഞു. ബംഗ്ലാദേശിൽ ചൈന സ്വാധീനം വ്യാപിപ്പിക്കുന്ന സമയത്ത് രാജ്യത്തെ ചിലർ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റൽ, ബുൾഡോസർ എന്നിവയെക്കുറിച്ച് സംസാരിക്കുകയാണ്. ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും രാജ്യം ഭീഷണി നേരിടുന്നുവെന്ന് BJP നേതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒവൈസി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.